നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രാചീന സംസ്കാരങ്ങളാണ്. പ്രാചീന സംസ്കാരത്തിലെ ഒരു പ്രമുഖ സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരത്തിൻ്റെ ചില വസ്തുതകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. അതിങ്ങനെയാണ്: 5 ലക്ഷം വർഷം മുമ്പ് തന്നെ ചൈനയിൽ മനുഷ്യവാസമുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കല്ലുകൊണ്ട് ആയുധങ്ങളുണ്ടാക്കി വേട്ടയാടി ജീവിച്ചിരുന്നവരാണവർ. പിന്നീട് ഇവർ അല്പം കൂടി പരിഷ്കാരികളായ ഗുഹാവാസികളായി മാറി. 25,000 വർഷം മുമ്പ് ചൈനയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ കക്കകളും മറ്റും ഉപയോഗിച്ചുണ്ടാക്കിയ ആഭരണങ്ങൾ ധരിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ചൈനീസ് സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവന്നത് ഒരു നദിയാണ്. ഹാങ് ഹി അഥവാ യെല്ലോ റിവർ എന്ന ഈ നദി ചൈനയിലെ അമ്മ നദിയായി അറിയപ്പെടുന്നു. ഈ നദിയുടെ താഴ്വരകളിലാണ് 3000 വർഷം മുമ്പ് ഏകദേശം BC 1650 ചൈനീസ് സംസ്കാരം രൂപം കൊണ്ടത്. അവിടെ നിന്ന് വികസിച്ച സംസ്കാരം BC 6-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മറ്റൊരു പ്രധാന നദിയായ യാങ്സിയുടെ കര വരെ വ്യാപിച്ചു. രാജവംശങ്ങളിലൂടെ വികസിച്ച സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. അതിൽ ആദ്യത്തെ രാജവംശമാണ് ഷാങ്. BC 1650 ആരംഭിച്ച ഷാങ് രാജവംശകാലത്താണ് ചൈനക്കാർ കൃഷി, പൂർവികരോടുള്ള ആരാധന എന്നിവയൊക്കെ തുടങ്ങിയത്. വെങ്കലത്തിൻ്റെ ഉപയോഗവും ഇക്കാലത്ത് ആരംഭിച്ചു. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ഏർലിറ്റ്, ജിങ്ജോ, അന്യാങ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഷാങ് വിഭാഗക്കാർ തലസ്ഥാനങ്ങൾ മാറ്റിയിരുന്നു. BC 11-ാം നൂറ്റാണ്ടോടുകൂടി ഷാങ് രാജവംശത്തെ മാറ്റി സു വംശം അധികാരത്തിലെത്തി. ഏതാണ്ട് 800 വർഷമാണ് അവർ ഭരണം നടത്തിയത്. ചൈനയിൽ നാണയങ്ങൾ കൊണ്ടുവന്നതും ഇരുമ്പിൻ്റെ ഉപയോഗം വ്യാപകമായതും ഇക്കാലത്താണ്. രാജ്യത്തെ പല പ്രദേശങ്ങളായി തിരിച്ച് ഇക്കാലത്ത് ഭരണം മുന്നോട്ട് പോയത്. പുതുതായി പിരിഞ്ഞ പ്രദേശങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായതോടെയാണ് ഈ വംശത്തിൻ്റെ തകർച്ച തുടങ്ങിയത്. ഷാങ് രാജവംശത്തിൻ്റെ കാലത്ത് ചൈനയിൽ ഒരു എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ചൈനയിൽ പ്രചാരത്തിലുള്ളത്. ഷാങ് വംശത്തിലെ രാജാക്കന്മാരുടെ ചില ശവകുടീരങ്ങൾ അനിയാങ് പ്രദേശത്ത് നിന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം നൂറുകണക്കിന് സാധാരണ ശവകുടീരങ്ങളുമുണ്ടായിരുന്നു. മരണാനന്തര ജീവിതത്തിൽ രാജാവിനെ സഹായിക്കാനായി കൂടെ അടക്കം ചെയ്തുകൊണ്ടായിരുന്നു അവർ ശവസംസ്കാരം നടത്തിയിരുന്നു. അവരിൽ പടയാളികൾ, പരിചാരകർ, സ്ത്രീകൾ എന്നിങ്ങനെ പലതരം ആളുകളെയും മൃഗങ്ങളെയും ഒക്കെ രാജാവിനൊപ്പം അടക്കം ചെയ്തിരുന്നു. പാത്രങ്ങൾ, ആയുധങ്ങൾ എന്നിവയൊക്കെ ഈ ശവകുടീരങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ചൈനയിൽ ആദ്യമായി ശക്തമായൊരു ഭരണം കൊണ്ടുവന്ന രാജവംശമാണ് ചിൻ രാജവംശം. ചൈനയിൽ തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്ന 7 പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ചിൻ. BC 300-കളിൽ അവർ മറ്റ് 6 പ്രദേശങ്ങളും കീഴടക്കി സാമ്രാജ്യവും സ്ഥാപിച്ചു. ജൻ എന്ന രാജാവായിരുന്നു അവരുടെ നേതാവ്. സാമ്രാജ്യത്തിൻ്റെ തലവന്മാരായതോടെ അദ്ദേഹം ചിൻ ഷി ഹുഹാങ് ഡേ എന്ന പേര് മാറ്റി ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമാണ് ചൈനയിലെ വൻമതിൽ. ചൈനയുടെ വടക്കൻ അതിർത്തിയിലുള്ള ഈ വൻമതിൽ ശത്രുക്കളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ക്വിൻ ചക്രവർത്തിയായ ക്വിൻഷി ഹുവാങ് എന്ന ഹുവാങ് ഡേ ആണ് ഇത് നിർമ്മിച്ചത്. നിലവിലുണ്ടായിരുന്ന പല മതിലുകളും അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്തു. 6700 കിലോമീറ്റർ നീളമുള്ള കൂറ്റൻ മതിലാണ് ചൈനയുടെ വൻമതിൽ. ചൈനയിൽ BC 476-ലും BC 221-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തെ ചിന്തകന്മാരുടെ കാലഘട്ടമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രാദേശിക യുദ്ധങ്ങൾ കൂടാതെ ഇക്കാലത്ത് തവോയിസത്തിൽ അടക്കമുള്ള തത്വചിന്ത രീതികൾ ഉയർന്നു വരുന്നു. 100 സ്കൂൾ ഓഫ്
തോട്ട് എന്ന് വിളിക്കുന്ന ഇക്കാലത്താണ് പ്രശസ്ത തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് ജീവിച്ചിരുന്നത്. ഇത് ചൈനയെ പറ്റിയുള്ള ചെറിയ വിവരമാണ്. ഇത് ഇത്ര മാത്രം. നന്ദി, നമസ്കാരം.